ഡ്രോണുകളെയും നിമിഷങ്ങൾക്കകം ചാരമാക്കാൻ ശേഷിയുള്ള ദുർഗ സെക്കൻഡ് എന്ന പുതിയ ലേസർ പ്രതിരോധ ആയുധവുമായി ഇന്ത്യ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഭാവിയിലെ യുദ്ധങ്ങൾ എങ്ങനെയായിരിക്കും? തോക്കുകളും മിസൈലുകളും മാത്രമല്ല, പ്രകാശകിരണങ്ങൾ തന്നെ ആയുധമാകുന്ന കാലത്തേക്കാണ് ലോകം കടന്നുകൊണ്ടിരിക്കുന്നത്. അത് മുൻകൂട്ടി കണ്ട് വലിയ ചുവടുവയ്പ്പുകളാണ് ഇന്ത്യൻ പ്രതിരോധ രംഗം നടത്തിവരുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുർഗ സെക്കൻഡ് എന്ന ലേസർ ആയുധം ഭാവിയിലെ യുദ്ധരംഗത്തെ മാറ്റിമറിക്കാനിടയുള്ള സാങ്കേതിക വിദ്യയായാണ് വിലയിരുത്തപ്പെടുന്നത്. ദുർഗ സെക്കൻഡ് എന്ന പേര് ഡയറക്ഷണലി അൺറെസ്ട്രിക്റ്റഡ് റേ ഗൺ അറേ എന്നതിന്റെ ചുരുക്കമാണ്. ഇത് ഒരു ഡയറക്റ്റഡ് എനർജി വെപ്പൺ അഥവാ ഡ്യൂ വിഭാഗത്തിലുള്ള ആയുധമാണ്. ഇതിൽ സാധാരണ മിസൈലുകളോ ബുള്ളറ്റുകളോ ഉപയോഗിക്കുന്നില്ല. പകരം അതിശക്തമായ ലേസർ കിരണം ഉപയോഗിച്ചാണ് ലക്ഷ്യത്തെ ആക്രമിക്കുന്നത്. ലക്ഷ്യത്തെ തൊടുന്ന നിമിഷം തന്നെ അതിന്റെ ഘടന ഈ ആയുധത്തിൽ നിന്നുള്ള പ്രകാശരശ്മികളുടെ ചൂടിനാൽ തകർന്നു വീഴും. ഡ്രോണുകൾ, മിസൈലുകൾ, ഫൈറ്റർ വിമാനങ്ങൾ, നിരീക്ഷണ ഉപകരണങ്ങൾ പോലുള്ള വ്യോമ ഭീഷണികളെ വേഗത്തിൽ നശിപ്പിക്കുക എന്നതാണ് ഈ ആയുധം കൊണ്ട് ഇന്ത്യ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ദുർഗ സെക്കൻഡ് ലേസർ സിസ്റ്റത്തിന്റെ പ്രവർത്തനം ഏറെ സാങ്കേതികത ഉള്ളതാണ്. ആദ്യം റഡാർ അല്ലെങ്കിൽ സെൻസറുകൾ ഉപയോഗിച്ച് ലക്ഷ്യം കണ്ടെത്തുന്നു. അങ്ങനെ കണ്ടെത്തുന്ന ലക്ഷ്യത്തെ കമ്പ്യൂട്ടർ സംവിധാനം കൃത്യമായി ട്രാക്ക് ചെയ്യും. തുടർന്ന് അതിശക്തമായ ലേസർ കിരണം ലക്ഷ്യത്തിലേക്ക് തൊടുക്കും. ഈ ലേസർ കിരണം പ്രകാശത്തിന്റെ വേഗത്തിലാണ് ലക്ഷ്യത്തെ തൊടുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷ്യത്തിന്റെ ഘടന ചൂടേറ്റ് തകരുകയും അത് പൂർണ്ണമായും പ്രവർത്തനരഹിതമാകുകയും ചെയ്യും. DRDO ഇതിനകം തന്നെ വിവിധ ശക്തിയുള്ള ലേസർ ആയുധങ്ങൾ വികസിപ്പിച്ചു വരുന്നുണ്ട്. അതിലൊന്ന് 30 കിലോവാട്ടിന്റെ ലേസർ സിസ്റ്റമാണ്. ഡ്രോണുകളും ചെറിയ ലക്ഷ്യങ്ങളും തകർക്കാനായാണ് ഇത് വികസിപ്പിക്കുന്നത്. ഈ സംവിധാനത്തിന്റെ വികസനം പൂർത്തിയായി കഴിഞ്ഞു. 2025 നടത്തിയ പരീക്ഷണങ്ങളിൽ ഈ 30 കിലോവാട്ട് ലേസർ സിസ്റ്റം 5 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ഡ്രോണുകളെ തകർത്തതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് 50 കിലോവാട്ടിന്റെ ലേസർ സിസ്റ്റം നിലവിൽ വികസിപ്പിച്ചു വരികയുമാണ്. ഈ രണ്ട് സിസ്റ്റങ്ങളെക്കാൾ ഒരു പടി കടന്ന് 100 കിലോവാട്ട് ശേഷിയിലാണ് ദുർഗ സെക്കൻഡ് വികസിപ്പിക്കുന്നത്. ഇന്ത്യ വികസിപ്പിക്കുന്ന ലേസർ ആയുധങ്ങളുടെ വലിയ പ്രത്യേകത അവയുടെ വിന്യാസ സൗകര്യമാണ്. ഭാവി യുദ്ധ സാഹചര്യങ്ങളെ മുൻനിർത്തി വികസിപ്പിക്കുന്ന ദുർഗ സെക്കൻഡ് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കാനാണ് പദ്ധതിയിടുന്നത്. അതായത് കരസേനയുടെ വാഹനങ്ങളിൽ നിന്നും, നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ നിന്നും, വ്യോമസേനയുടെ വിമാനങ്ങളിൽ നിന്നും വരെ ഇത് വിക്ഷേപിക്കാനാകും. ഇത് സൈന്യത്തിന് ഒരേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പല മേഖലകളിലും പ്രതിരോധം ഉറപ്പാക്കുന്നതിന് സഹായകരമാകുന്നു. സാധാരണ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഓരോ ആക്രമണവും തടയാൻ കോടികൾ ആവശ്യമാണ്. എന്നാൽ ലേസർ ആയുധ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു ലക്ഷ്യം നശിപ്പിക്കാൻ വേണ്ട ചെലവ് വളരെ കുറവാണ്. ലേസർ പ്രവർത്തിപ്പിക്കാൻ വേണ്ട വൈദ്യുതി മാത്രമാണ് പ്രധാന ചെലവായി വരുന്നത്. ചില പരീക്ഷണങ്ങളിൽ ഒരു ഷോട്ട് നടത്താൻ ഏതാനും ലിറ്റർ ഇന്ധനത്തിന് തുല്യമായ ചെലവേ ഉണ്ടാകൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിനാൽ തന്നെ വൻതോതിൽ വരുന്ന ഡ്രോൺ ആക്രമണങ്ങളെ ചെലവ് കുറഞ്ഞ രീതിയിൽ തടയാൻ ഇത് സഹായിക്കും. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ചൈന, റഷ്യ, ഇസ്രായേൽ എന്നിവയാണ് ലേസർ ആയുധ വികസനത്തിൽ ഇതിനകം ശക്തി തെളിയിച്ചിട്ടുള്ള രാജ്യങ്ങൾ. ഇപ്പോൾ ഇന്ത്യയും ഈ സാങ്കേതിക വിദ്യ കൈവശമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ഭീഷണികളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് സൈനിക രംഗത്ത് വലിയ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബട്ടൺ അമർത്തുമ്പോൾ പ്രകാശകിരണം ലക്ഷ്യത്തെ ചാരമാക്കും വിധമുള്ള ആയുധങ്ങൾ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റുന്ന ഘട്ടത്തിലേക്കാണ് ലോകം നീങ്ങുന്നത്. അതിനാൽ ദുർഗ സെക്കൻഡ് പോലുള്ള പദ്ധതികൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.